ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ടെറസ് കിച്ചൻ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ചൂടുകാലം തന്നെയാണ്. അപ്പോൾ സമ്മർ ഡ്രിങ്ക്സിൻ്റെ ഒരു സമയമാണ്. ഇതിനകത്തൊരു കാര്യമുണ്ട്. ദാറ്റ് സമ്മർ ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളും കഴിക്കാം, അല്ലാണ്ട് നമുക്ക് ദാഹശമനത്തിന് വേണ്ടി കഴിക്കാം, പിന്നെ ഒരു സന്തോഷത്തിന് വേണ്ടി കുടിക്കാം, അല്ലേ? അങ്ങനത്തെ പല പല കാറ്റഗറി ഉണ്ടല്ലോ. പിന്നെ മൊഹിറ്റോസ് എന്നൊക്കെ പറയുന്ന ഒരു കാറ്റഗറി ഓഫ് ഡ്രിങ്ക്സ് ഉണ്ടല്ലോ. മൊഹിറ്റോസ് കാണാനൊക്കെ ഭയങ്കര ലുക്കാണ്. ഇതുപോലത്തെ മേസൺ ജാറിലൊക്കെയാണ് സാധാരണയായിട്ട് കടകളിൽ പോയാൽ കിട്ടുന്നത്. ഇത് നമുക്ക് വീട്ടിൽ സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കാര്യമാണ്. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, അതിന് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ദാറ്റ് ഈസ് ഇതുപോലെ സിറപ്പുകൾ കിട്ടും. ഓക്കെ, ഇതിപ്പോൾ ബ്ലൂ കുറാക്കോയുടെ സിറപ്പാണ്. നല്ല ബ്ലൂ കളറിലെ കണ്ടിട്ടില്ലേ മൊഹിറ്റോസ്? ബ്ലൂ നല്ല കടലിൻ്റെ നിറത്തിൽ അതുണ്ട്. അപ്പോൾ അത് ഇതുപോലെ കുറാക്കോ പ്രൊണൗൺസിയേഷൻ ഓക്കെ ആണോ എന്നൊക്കെയല്ല. ഇത് മോനിൻ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ മനാമ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിനും ഉണ്ട്. അപ്പോൾ പല ടൈപ്പ് കിട്ടും. പിന്നെ അതുപോലെ എല്ലാം കിട്ടും കേട്ടോ. കിവിയുടെ ഉണ്ട്, ബ്ലൂ കുറാക്കോ, അത് പച്ച. സ്ട്രോബെറി കിട്ടും, പാഷൻ ഫ്രൂട്ട് കിട്ടും, എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ മതി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് രണ്ട് മേസൺ ജാറേ ബാക്കിയുള്ളൂ. അതുകൊണ്ടാണ് 2 മേസൺ ജാറിൽ 2 കാര്യങ്ങൾ ആദ്യം ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഇതിനകത്ത് ഇതിൻ്റെ പ്രൊസീജിയർ ഇത്രയേ ഉള്ളൂ. ആദ്യം കുറച്ച് ഐസ് വേണം, കുറച്ച് നാരങ്ങ നീര് വേണം, പിന്നെ വേണ്ടത് ഈ ഒരു സിറപ്പാണ് വേണ്ടത്, ഏത് ഫ്ലേവറാണോ അതനുസരിച്ച്. പിന്നെ വേണ്ടത് നാരങ്ങ റൗണ്ട് സ്ലൈസസ്, പിന്നെ പുതിന ലീവ്സ് അതും കൂടി എടുത്ത് വയ്ക്കാം. പുതിനയുടെ ഇല ഞാൻ ഇപ്പോൾ കുറച്ച് താമസിച്ചിട്ടാണ് ഫ്രിഡ്ജിലെടുത്ത് വെച്ചത്. കുറച്ച് നേരം പുറത്തിരുന്ന് വാടിപ്പോയി. അതുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ അത്ര ഫ്രഷ് അല്ല, പക്ഷെ നല്ല ഫ്രഷാണ് നല്ലത് പുതിന. ഓക്കെ, വാഷ് ചെയ്ത് ഇപ്പോൾ തൽക്കാലം ഫ്രിഡ്ജിലെടുത്ത് വെച്ചതേ ഉള്ളൂ. ഇപ്പം ഇല്ല, കുറച്ചൊന്ന് വിടർന്ന് വരുന്നു. അപ്പോൾ ഇനി തുടങ്ങാം. ഇതാണ് പ്രധാനമായിട്ട് വേണ്ട. പിന്നെ സോഡ വാട്ടർ വേണമെന്നുണ്ടെങ്കിൽ സോഡ വെള്ളമാണ് ഒഴിക്കുന്നതെങ്കിൽ കുറച്ച് ഷുഗർ സിറപ്പും കൂടി ഒഴിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഏറിയേറ്റഡ് ഡ്രിങ്ക്സ് ഉള്ള സ്പ്രൈറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ ഏതെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ സ്പ്രൈറ്റും കൂടി ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അതൊന്നും വലിയ അഡ്വൈസബിൾ ആണെന്ന് ഞാൻ പറയില്ല, പക്ഷേ അതിന് ഇച്ചിരി മധുരമുണ്ട്, സിറപ്പിന് മധുരമുണ്ട്. പിന്നെ നമ്മൾ വേറെ പഞ്ചസാരയൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ മൊഹിറ്റോസ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതാണ് ഒരു പ്രൊസീജിയർ, വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന രീതി. ഓക്കെ, ഐസ് ക്യൂബ്സ് ഉണ്ട്. തുടങ്ങാം. ഒരു 60 ml സിറപ്പ് എടുക്കണം. ആദ്യം ഞാൻ ബ്ലൂ കുറാക്കോ തന്നെ എടുക്കാൻ പോണു. ഓക്കെ, 60 ml എന്ന് പറഞ്ഞാൽ 4 ടേബിൾ സ്പൂൺ. ഈ ഒരു മെഷറിങ് ഇത് ഞാൻ മാഞ്ചസ്റ്ററിൽ നിന്ന് വാങ്ങിയാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല, ഷോപ്പിങ്ങിന് പോയപ്പോൾ ഞാൻ മേടിച്ചില്ലേ മെഷറിങ്. ഇത് കറക്റ്റ് 60 ml ഒരു മെഷറിങ് അത് ഇതാണ്. 60 ml 4 ടേബിൾ സ്പൂൺ എഴുതിയിട്ടുണ്ട്. 60 ml മീൻസ് 4 ടേബിൾ സ്പൂൺ. അയ്യോ, ഇതാണ് സംഭവം. ഒഴിക്കുമ്പോൾ നല്ലതായിട്ട് നമുക്ക് കളയാണ്ട് വീഴുക. അപ്പോൾ ഇതിനകത്തേക്ക് കറക്റ്റ് 60 ml ബ്ലൂ കുറാക്കോ ഒഴിക്കാം. സിറപ്പ് 4 ടേബിൾ സ്പൂൺ. ഇനി കുറച്ച് ഐസ് ക്യൂബ്സ് ഇടാം. ഇപ്പോൾ ഈ ഐസ് ക്യൂബ്സ് ഒക്കെ എടുത്ത് വെച്ചാലും പെട്ടെന്ന് തന്നെ അലിഞ്ഞു പോകും. ടെമ്പറേച്ചർ ചൂടല്ലേ. ഇനി നാരങ്ങ നീര്, ഇനി വട്ടത്തിനരിഞ്ഞ നാരങ്ങയുടെ പീസസ്, ഇനി പുതിന നമുക്കൊന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്യാം. ഇനി കുറച്ച് നല്ല തണുപ്പിച്ച സ്പ്രൈറ്റ് അല്ലെങ്കിൽ സോഡയാണെങ്കിൽ നമ്മൾ ഇച്ചിരി ഷുഗർ സിറപ്പും കൂടി ആഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ ബ്യൂട്ടിഫുൾ ബ്ലൂ കുറാക്കോ മൊഹിറ്റോ ഈസ് റെഡി. ഇത് ഒന്നുകൂടി ഒന്ന് സ്റ്റെയർ ചെയ്തിട്ടാണ് കുടിക്കേണ്ടത്. ഓക്കെ, ഇനി രണ്ടാമത്തേത്. ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ 30 ml ചെയ്യാം, 60 ml ചെയ്യാം. ഇതിന് നേർ പകുതി എടുത്താലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ഒരു എക്സ്ട്രാ നാരങ്ങ വേണമെങ്കിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം അഡീഷണലായിട്ട്, കാണാനൊരു ഭംഗിക്ക്. ഇനി രണ്ടാമത്തെ മൊഹിറ്റോ ഉണ്ടാക്കാം. മൊഹിറ്റോയുടെ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ തന്നെ വാങ്ങാൻ കിട്ടും. ദാറ്റ് ഈസ് മൊഹിറ്റോ ഫ്രൂട്ട് സിറപ്പ് എന്ന് പറഞ്ഞാൽ ലൈം ആൻഡ് മിൻറ്റാണ്. ഇതിൽ ശരിക്കും മിൻറ്റിൻ്റെയും ലൈമിൻ്റെയും ആ ഒരു ഫ്ലേവർ കിട്ടുന്ന സിറപ്പായിട്ട് തന്നെ മൊഹിറ്റോ ആയിട്ട് തന്നെ കിട്ടും, മൊഹിറ്റോ ഡ്രിങ്ക് ആയിട്ട്. ഇത് വേണമെങ്കിൽ പലതിൻ്റെയും കൂടെ നമുക്ക്
മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇതിനകത്ത് തന്നെ ഞാൻ വേണമെങ്കിൽ എനിക്ക് ഇതിനകത്ത് നിന്ന് കുറച്ച് ആ മിൻറ്റ് ഫ്ലേവർ എക്സ്ട്രാ കിട്ടാനായിട്ട് ചേർക്കാം, അതല്ലെങ്കിൽ അല്ലാണ്ടും ചെയ്യാം. ഇപ്പോൾ അത് കൂടാണ്ട് നമ്മുടെ അടുത്ത സിറപ്പ് എന്ന് പറഞ്ഞാൽ കിവി. അപ്പോൾ കിവിയുടെ കുറച്ച്, അതും ഗ്രീൻ ആയതുകൊണ്ട് കിവിയും കുറച്ച് മൊഹിറ്റോയുടെ സിറപ്പും, ദാറ്റ് ഈസ് ലൈം ആൻഡ് മിൻറ്റ് സിറപ്പും കൂടി ഞാൻ ഒഴിക്കാൻ പോകുന്നു. ആദ്യം കുറച്ച് കിവി ഒരു 30 എടുക്കാം. ഓക്കെ, ഗ്രീൻ 30 ml എടുക്കുന്നു, 2 ടേബിൾ സ്പൂൺ. ഇനി ഒരു 30 ml നമ്മുടെ മിൻറ്റ് ആൻഡ് ലൈം, അതൊരു 30 ml എടുക്കാം. രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആയിക്കോട്ടെ, രണ്ടും ഗ്രീൻ ആണല്ലോ. മിൻറ്റ് ആൻഡ് ലെമൺ ഫ്ലേവർ അതും ഒഴിച്ചു. അപ്പോൾ രണ്ടും കൂടി ചേർത്ത് 60 ml ആയി. ഇനി ഐസ് ക്യൂബ്സ്, നാരങ്ങയുടെ നീര്, ഒരു നാരങ്ങയുടെ, ഇനി കുറച്ച് സ്ലൈസ്ഡ് നാരങ്ങാസ്. ഇത് കുറച്ച് ശരിക്കും പറഞ്ഞാൽ മിൻറ്റിൻ്റെയൊക്കെ ഫ്ലേവറും നാരങ്ങയുടെ ഫ്ലേവറും ഉള്ള സിറപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്, എങ്കിലും നമ്മൾ കുറച്ച് ഫ്രഷ് മിൻറ്റും കൂടി ചേർക്കുന്നു എക്സ്ട്രാ. നന്നായിട്ടൊരു മിക്സ്. അതിൻ്റെ മുകളിലായിട്ട് ഐദർ സോഡ ഓർ സ്പ്രൈറ്റ് പോലെയുള്ള ഏതെങ്കിലും ഒരു സോഫ്റ്റ് ഡ്രിങ്ക്. പക്ഷേ സോഡ ആണെങ്കിൽ കുറച്ചുകൂടി നമ്മൾ ഷുഗർ സിറപ്പും കൂടി ഒഴിക്കേണ്ടി വരും, അത് മധുരം ഇല്ലല്ലോ, ഇതിനാണ് മധുരം ഉണ്ടാകുക. ഓക്കെ, ബ്യൂട്ടിഫുൾ. ഇതെന്താണ്? ദിസ് ഈസ് ഈ മൊഹിറ്റോ എന്ന് പറയുന്നത് കിവി മിൻറ്റ് ലൈം. ഇത് ബ്ലൂ കുറാക്കോ, പിന്നെ മിൻറ്റും ലൈമും അതിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. ഇനി ഒന്നുകൂടി ഒന്ന് സ്റ്റാർ ചെയ്ത് കൊടുക്കാം. ടു ഫ്ലേവേഴ്സ് ഓഫ് മൊഹിറ്റോ റെഡി. ഇതന്നെ ശരിക്കും ഇതുപോലൊരു സ്ട്രോ ഉണ്ട്, അടപ്പുണ്ട്, നന്നായിട്ട് ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റും. കണ്ടിട്ട് തന്നെ കഴിക്കാൻ തോന്നില്ല, എൻ്റെ അമ്മേ. ആഹാ, എന്തൊരു റിഫ്രഷിങ് ആയിട്ടുള്ളൊരു കാര്യം അതറിയാം. സൂപ്പർബാണ്. നമുക്കിങ്ങനെ വെയിലെല്ലാം കൊണ്ട് തളർന്ന് വീട്ടിലെത്തുമ്പോൾ വീട്ടിൽ അമ്മയോ സിസ്റ്ററോ അല്ലെങ്കിൽ അച്ഛനോ ബ്രദറോ ആരെങ്കിലും ഒരാൾ ഇതുപോലൊരു മൊഹിറ്റോ ഒക്കെ ഉണ്ടാക്കി തരുവാണെങ്കിൽ എത്ര സന്തോഷമാവില്ല. എല്ലാ ഫ്ലേവേഴ്സും കൂടെ ചേർന്നാണ് ഇത് വന്നിരിക്കുന്നത്. പ്യുവറായിട്ട് പല പല ഫ്ലേവേഴ്സ്. ഇതിപ്പോൾ ഞാൻ കിവി ഫ്ലേവറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാണ്ട് മൊഹിറ്റോയുടെ തന്നെ ലെമൺ ആൻഡ് മിൻറ്റ് ഫ്ലേവർ, അത് നിർബന്ധമില്ല, അത് മാത്രമായിട്ടും ചെയ്യാം, കിവി മാത്രമായിട്ട് ചെയ്യാം. ഇതിപ്പോൾ ദേ ബ്ലൂ കുറാക്കോ, ഇനി സ്ട്രോബെറി. എൻ്റെ കയ്യിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാ സിറപ്പും ഉണ്ട് കേട്ടോ. എൻ്റെ ഇത് മേസൺ ജാർ 2 എണ്ണമായിട്ട് ചുരുങ്ങി, അതുകൊണ്ടാണ് ഞാൻ മടിക്കുന്നത്. ഈ സെയിം മെത്തേഡ് തന്നെയാണ്. സ്ട്രോബെറി ആണെങ്കിൽ അതും കൂടി ചേർത്ത് ഞാൻ വേണമെങ്കിൽ ഒരു ഗ്ലാസ്സിൽ ചെയ്യാം. സ്ട്രോബെറി വേറെ കുറച്ച് ഈ ഒരു ഷേപ്പ് കിട്ടുന്നൊരു ഗ്ലാസ്സിൽ ചെയ്യാം. മേസൺ ജാർ ഷേപ്പല്ല, പക്ഷേ ഇതൊരു ഷേപ്പാണ്. ഇതിനും ഒരു ക്യാപ്പുണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, കുറച്ച് ഐസും കൂടി എടുത്തിട്ട് വരട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടിയല്ലോ. ഒരു സൈഡിലിരിക്കട്ടെ. എഴുതിയിട്ടുണ്ട് സ്ട്രോബെറി സിറപ്പ്. ഇത് സ്ട്രോബെറി ഫ്രൂട്ട്, ഇത് ജ്യൂസാണ്, സ്ട്രോബെറി ജ്യൂസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതൊരു പിങ്ക് കളറിൽ കിട്ടും. ഇത് നമുക്ക് 60 ml തന്നെ എടുക്കാം, അതായത് 4 ടേബിൾ സ്പൂൺ. അപ്പോൾ ജാറിനനുസരിച്ചാണ്. ഈ ജാറ് ഇത്ര വലുതല്ല, അതുകൊണ്ട് നമുക്കത് നോക്കിയിട്ട് ഹൈറ്റ് ഉണ്ട്, പക്ഷേ ഡെപ്ത് ഓക്കെ കുഴപ്പമില്ല കേട്ടോ. ഹൈറ്റ് ഉണ്ടല്ലോ, വീതി കുറവാതേ ഉള്ളൂ. അതിനകത്തേക്ക് ഐസ് ക്യൂബ്സ് നിറച്ചിടാം.
നാരങ്ങയുടെ സ്ലൈസസും ഒരു നാരങ്ങയുടെ നീരും, കുറച്ച് മിൻറ്റ് ലീവ്സ്, എന്നിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് സോഡ വാട്ടർ ഓർ സ്പ്രൈറ്റ്. സോഡ വാട്ടർ ആണെങ്കിൽ കുറച്ച് ഷുഗർ സിറപ്പ് എക്സ്ട്രാ വേണം. അങ്ങനെ 3 അടിപൊളി മൊഹിറ്റോസ് റെഡി. നല്ലതല്ലേ? ഓക്കെ, സ്ട്രോബെറി, blue Curacoa and Kiwi, lemon and mint. Touch. 3 different colors. ഇതെല്ലാം കുടിക്കാൻ തോന്നും. മോസ്റ്റ് റിഫ്രഷിങ് ഡ്രിങ്ക്സ് ആണ് മൊഹിറ്റോസ്. ആ പുതിനയുടെയും നാരങ്ങയുടെയും ഒക്കെ ടേസ്റ്റ് വരും. അതിൻ്റെ കൂടെ ആ ഫ്ലേവർ, സ്ട്രോബെറി ആണെങ്കിൽ സ്ട്രോബെറി, ബ്ലൂ കുറാക്കോ ആണെങ്കിൽ അങ്ങനെ, ഇതിൽ ആപ്പിൾ അല്ലെങ്കിൽ കിവി ഏതാണെങ്കിലും ഗ്രീൻ കിട്ടുന്നത്, അല്ലെങ്കിൽ മിൻറ്റ് ആൻഡ് ലെമൺ മാത്രമായിട്ട്. സ്ട്രോബെറി എക്സലൻ്റ് ആണ്. ഈ സമ്മറിന് ഇതിനെ വെല്ലാൻ മറ്റൊരു എന്താ പറയുക, ഇങ്ങനത്തെ മൊഹിറ്റോസ് നമുക്ക് ഏത് വേണമെങ്കിലും ചെയ്യാം. ഇത് നമ്മുടെ കടയിൽ ചെന്ന് വാങ്ങി കഴിക്കുവാണെങ്കിൽ ഒരുപാട് രൂപയാകും സത്യം പറഞ്ഞാൽ. ഇത് അങ്ങനെയൊന്നുമില്ല. ഇതിന് ഇച്ചിരി എക്സ്പെൻസീവാണ്, പക്ഷേ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ ദിവസം ഉപയോഗിക്കാം. ഓക്കെ, ഇതൊരു 25, ഇത് കുറവാണ്, ചെറിയ ബോട്ടിലാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ഇതിന് തന്നെ നല്ല വിലയുണ്ട്. ഓക്കെ, പക്ഷേ നമുക്ക് കുറച്ച് മതി. ഇപ്പം ഞാനിപ്പോൾ 60 ml ഇട്ടുന്നേ ഉള്ളൂ. നിങ്ങൾ 60 ml തന്നെ വേണമെന്നില്ല, ഒരു 30 ml ഇട്ടാലും ആ ഫ്ലേവർ കിട്ടും. നാരങ്ങ നീരൊക്കെ ചേരുന്നതല്ലേ. അങ്ങനെ നോക്കുമ്പോൾ അത് നമുക്കൊരു, ഇത് 250 ml ആണ്. 30 ml വെച്ചെടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 9 കപ്പോളം ഇതുപോലത്തെ ജാസിൽ ഉണ്ടാക്കി കുടിക്കാൻ പറ്റും. അപ്പോൾ വലിയ നഷ്ടം വരില്ല. കടയിലൊക്കെ പോയി കുടിക്കുകയാണെങ്കിൽ ഒരു മൊഹിറ്റോയ്ക്ക് എനിക്ക് തോന്നുന്നൊരു മോർ ദാൻ 150 റുപ്പീസൊക്കെ ആവും തോന്നുന്നു. ഞാനിങ്ങനെ മാറി എല്ലാ ഫ്ലേവേഴ്സും കുടിച്ചുകൊണ്ടിരിക്കും. നല്ല ദാഹം, നല്ല ചൂട് പുറത്ത്, അകത്തുള്ള ഈ ഒരു കൂളിംഗ് ഫീല് ഇത് കുടിക്കുമ്പോൾ കിട്ടുന്നു. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ സോഫ്റ്റ് ഡ്രിങ്ക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്, സമ്മർ ഡ്രിങ്ക്സ് അല്ല. അതാണ് ഞാൻ കൂടുതൽ സമ്മർ ഡ്രിങ്ക്സ് നിങ്ങൾക്കും കൂടി കാണിച്ചു തരുന്നത്. എനിക്ക് വലിയ ഇഷ്ടമാണ് ഇങ്ങനത്തെ കുടിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ വീട്ടമ്മമാരൊന്നും തന്നെ വിഷമിക്കേണ്ട. പുറത്ത് പോയി മക്കളൊക്കെ അടിച്ചു പൊളിച്ചിങ്ങനെ കടകളിലൊക്കെ പോയി കഴിക്കുമ്പോൾ, കഫേസിലും അവിടെ ഇവിടെയൊക്കെ പോയി ഇങ്ങനെ ജ്യൂസ് ഷോപ്സിലൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് വീട്ടിൽ ഇരുന്ന് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാം. മാത്രമല്ല അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതൊരു പുതുമ തന്നെയല്ലേ, സുഖമായിട്ട് ചെയ്യാം. ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും ഉണ്ടാക്കുന്ന രീതി, എങ്കിലും ഒരു ടിപ്പിക്കലായിട്ട് ഇങ്ങനെയൊക്കെയാണ് സാധാരണയായിട്ട് ചെയ്യുന്നത്. ഇതിൽ പല വേരിയേഷൻസും ഉണ്ടാകാം. അപ്പോൾ ഇതുപോലെ പാഷൻ ഫ്രൂട്ട് ചെയ്യുക, അത് നല്ല ഫ്ലേവറായിട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം പാഷൻ ഫ്രൂട്ടാണ്, പക്ഷേ ഞാനിത് വളരെ കളർഫുൾ ആയതുകൊണ്ടാണ് ഇത് തന്നെ ചൂസ് ചെയ്തത്. അപ്പോൾ ഉണ്ടാക്കി നോക്കുക. ഇതുപോലെ സിറപ്പ് വാങ്ങാൻ കിട്ടും. പക്ഷേ എനിക്കൊണ്ട് മനാമ അത്ര എക്സ്പെൻസീവ് അല്ല. ഇത് 750 ml പോലും ഇതൊക്കെ ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇത് കുറച്ചുകൂടെ റീസണബിളാണ് ഇത്രയും വലുതിന്. ഇതിൻ്റെ 250 ആണെങ്കിൽ കുറച്ചുകൂടെ നല്ല വിലക്കുറവിൽ കിട്ടും. ആ ഒരു ബ്രാൻഡ് വാങ്ങിച്ചാലും മതി. എന്തായാലും സിറപ്പ് തന്നെ വാങ്ങുക, ക്രഷല്ല സാധാരണ ഉപയോഗിക്കുന്നത്. പിന്നെ സിറപ്പ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്രഷേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ക്രഷ് വെച്ചും ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. നമുക്കെന്ത് മാറ്റങ്ങളും ഇംപ്രവൈസേഷൻസും നടത്താമല്ലോ. എന്തായാലും ഉണ്ടാക്കി നോക്കുക. പിന്നെന്താ, കമൻറ്റ് ബോക്സിലേക്ക് വരിക. വെരി കളർഫുൾ ഡ്രിങ്ക്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു കൂൾ ഫീലിംഗ് ആണ്. സമ്മർ, അയ്യോ എന്ത് സമ്മർ, ഇത് കാണുമ്പോൾ നമുക്കൊരു എന്താ പറയുക, മഴയാണ് ഓർമ്മ വരുന്നത്. ആ ഒരു കൂൾ ഫീലാണ്. അപ്പോൾ ഉണ്ടാക്കാം. ഓക്കെ, കമൻറ്റ് ബോക്സിലേക്ക് ഓടി വരിക. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ആൾ.